ഈശ്വംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും വചന വിചിന്തനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 6:54 എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യേശു ഈ സുവിശേഷ ഭാഗത്ത് തന്നെ നിത്യജീവൻ്റെ അപ്പമായി ശിഷ്യന്മാരുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഞാനാവുന്നു ജീവൻ്റെ അപ്പം, ഞാനാണ് നിത്യജീവൻ്റെ സ്രോതസ്സ്. അതിനുവേണ്ടി നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും വേണം എന്ന യേശുവിൻ്റെ വചനങ്ങൾ ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. ഈ വചനം കഠിനമാണ്. ഇത് ശ്രഹിക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ വാക്കുകൾ അവർക്ക് ഇടർച്ച കാരണമായതിനാലാണ് അവർ പിറുപിറുക്കുന്നതെന്ന് യേശു മനസ്സിലാക്കുന്നു. ഈജിപ്തിൽ നിന്ന് മോചനം നേടിയ ശേഷം കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസക്കുറവിൻ്റെയും ആശ്രയമില്ലായ്മയുടെയും പ്രകടനമായിരുന്നു അവരുടെ പിറുപിറുക്കൽ. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതകരമായ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കൃതജ്ഞതാ നിർഭരായിരിക്കുവാൻ അവർ പരാജയപ്പെട്ടു. നന്ദിയില്ലാത്ത ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണ്. ശിഷ്യന്മാരുടെ ഈ പിറുപിറുക്കൽ ചെന്നു നിൽക്കുന്നത് ഈശോയെ ഉപേക്ഷിച്ചു പോകുന്നിടത്തേക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 6:66 ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം തൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. അവർ ഒന്നിനും ഉപകരിക്കാത്ത ശരീരത്തിനും ഭൗതികതയ്ക്കും തങ്ങളുടെ ആത്മാവിനേക്കാളും നിത്യജീവനേക്കാളും വില കൽപ്പിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് ഈശോയുടെ വചനങ്ങൾ വിശ്വസിക്കാൻ സാധിക്കാതെ പോയത്, നിത്യജീവന്റെ അപ്പമായ യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. ശരീരത്തിന് പ്രാധാന്യം നൽകുന്നവർക്ക് ആത്മാവും ജീവനുമായ ക്രിസ്തുവചനങ്ങൾ സ്വീകരിക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവചനങ്ങളോടും വിശുദ്ധ കുർബാനയോടുമുള്ള ഈ മറുതലിപ്പ് ഈ ആധുനിക കാലഘട്ടത്തിലും നാം കാണുന്നുണ്ട്. ക്രൈസ്തവരായ നാം ഓരോരുത്തരും വിശുദ്ധ കുർബാനയുടെ സംസ്കാരത്തിൽ നിലനിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിൻ്റെ രീതികളായ ഒന്നാമതാകലിൻ്റെയും വെട്ടിപ്പിടിക്കലിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും സംസ്കാരത്തിനുള്ള പ്രതി സംസ്കാരമാണ് വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ അസംതൃപ്തിയിൽ കഴിയുമ്പോഴും അവരിൻ്റെ നന്മകളെ ഏറ്റുപറയുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കാതെ വരുമ്പോഴും പിറുപിറുക്കുന്ന ക്രിസ്തു ശിഷ്യരായി നാം മാറുന്നു. വിശ്വസ്തദാസരായി ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്നുവെന്ന് നാം മേനി പറയുമ്പോഴും ഒറ്റുകൊടുക്കാനിരിക്കുന്ന ഒരു യൂദാസ് അവസരം പാർത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മളെ കൂടുതൽ ദൈവാശ്രയ ബോധത്തിലേക്ക് നയിക്കണം. സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച്, സ്വന്തം സുഖസൗകര്യങ്ങൾക്കനുസരിച്ച്, സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ തെറ്റിലേക്ക് വീഴുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ വ്യഗ്രത നമ്മുടെ മനോനില തെറ്റിക്കുകയും നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളിൽ ശരിതെറ്റുകൾ വിവേചിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. നിത്യജീവന്റെ അപ്പമായ യേശു നമുക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സമാധാനവും സന്തോഷവും ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവാശ്രയ ബോധത്തിൽ ഊന്നിക്കൊണ്ട് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ദൈവത്തിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ചരിക്കുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ വിസ്മയങ്ങളിൽ നിന്നും എല്ലാ അനുഭൂതികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി ഈ ഭൂമിയിൽ ജീവിക്കുവാനും അങ്ങനെ മറ്റുള്ളവർക്ക് അപ്പമായി മാറുവാനും അതിനുവേണ്ടി മുറിക്കപ്പെടുവാനും നമുക്ക് സാധിക്കുന്നു. യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിത്യജീവൻ്റെ അപ്പമായ അങ്ങ് ഞങ്ങൾ ഇറങ്ങി വസിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണല്ലോ. മുറിക്കപ്പെടലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും പാത ഞങ്ങൾക്ക് കാണിച്ചു വന്ന യേശുവെ, വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ ജീവിതമാർഗത്തിലൂടെ സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി മുറിക്കപ്പെടുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ ലോകത്തിലെ സകല മനുഷ്യരെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് വേണ്ട ശക്തി നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശു സ്തോത്രം, യേശു നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ.